Kerala and Karnataka, the glow of purity. സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് അഹമ്മദ് സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജയിച്ചു കൊണ്ടിരിക്കുന്ന യശീബിൻ്റെ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള സാഹിബ്, യശീബിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റും IOML പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ A. അബ്ദുറഹ്മാൻ സാഹിബ്, യശീബിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ്, നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറായി ഇവിടെ എത്തിയിട്ടുള്ള വല്ലാഞ്ചിറ അബ്ദുൽ മജീദ്, KT അബ്ദു, നമ്മുടെ കാസർഗോഡ് ജില്ലാ യശീബിൻ്റെ നിരീക്ഷകനായി പാർട്ടി നിയോഗിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ കുനി ചേർത്തല, യശീബിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി, 2024-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നമ്മുടെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആമുഖ പ്രഭാഷണത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സാഹിബ് പറഞ്ഞതുകൊണ്ട് കൂടുതലായി പരത്തി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പൊതുവലത്തെ പ്രവർത്തനം, കോവിഡിന് ശേഷം വന്ന ഈ ജില്ലാ കമ്മിറ്റി നമ്മുടെ ജില്ലയിലെ 22ഓളം ഫെഡറേഷനുകളായി അവരുടെ ഫെഡറേഷനുകളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത വിവിധ ഫെഡറേഷനുകളുണ്ട്. ചില ഫെഡറേഷനുകൾ അതിൻ്റെ പ്രവർത്തനം അത്ര ശരിയാവാത്ത രീതിയിലുള്ള പ്രവർത്തനവും കാഴ്ച വെച്ച ഫെഡറേഷനുകളുണ്ട്. നമ്മുടെ ജില്ലയിൽ നിരവധി തൊഴിലാളികളെ ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കേണ്ട വലിയൊരു ബാധിച്ച ഉത്തരവാദിത്തമുണ്ട്. ഇനി വരുന്ന പുതിയ ജില്ലാ കമ്മിറ്റികളിൽ മുമ്പ് ഉണ്ടായതുപോലെ പല ഭാരവാഹികളും ഫെഡറേഷൻ്റെ നേതാക്കളും അലംഭാവമായി പോയാൽ നമ്മുടെ ജില്ലയിലെ നിരവധി തൊഴിലാളികൾക്ക് അവരുടെ ആനുകൂല്യം, അതുകൊണ്ട് പുതുതായി വരുന്ന ജില്ലാ ഭാരവാഹികൾക്ക് വളരെ ഉത്തരവാദിത്തത്തോടെ പാലിച്ച ഉത്തരവാദിത്തമാണ് ഉള്ളത്. അങ്ങനെയുള്ള ഭാരവാഹികൾ ആയിരിക്കാം ഇതിൽ പുതുതായി വരേണ്ടത് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ കൗൺസിൽ യോഗം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള സാഹിബിനെ ആത്മവുമായി ക്ഷണിച്ചു. പാർട്ടിയുടെ നിരീക്ഷകനായിട്ടുള്ള അബ്ദുൽ ചേർന്നാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു. ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ SUവിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, കോഴിക്കോട് ജില്ല ഖജാൻജിയാണ്. AT അബ്ദു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറാണ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ യോഗത്തിന് സ്വാഗതം പറയുന്നത് നിലവിലുള്ള ജനറൽ സെക്രട്ടറി മുത്തലീബ് പാറക്കെട്ടാണ്. മുത്തലീബ് പാറക്കെട്ട് സ്വാഗതം തെരഞ്ഞെടുത്തത്. അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം ഒരിടവേളയ്ക്ക് ശേഷം കാസർഗോഡ് നിന്ന് SUവിനെ നയിക്കാൻ ഒരു പുതിയ നായകൻ അഷ്റഫ് സാഹിബ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയാണ്. അഷ്റഫിന്റെ പ്രവർത്തനത്തിനും കാസർഗോഡ് ജില്ല ദീർഘകാലമായി നടത്തി വരുന്ന ഏറ്റവും മാതൃകാപരമായ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തിലുള്ള അംഗീകാരം കൂടിയാണ്. മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ 2 നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. ഒന്ന് അബ്ദുറഹ്മാൻ സാഹിബും അതുപോലെ തന്നെ മറ്റൊരു വല്ലാഞ്ചിറ ടീച്ചറുമാണ്. മലപ്പുറവും കാസർഗോഡ് ജില്ലാ കമ്മിറ്റികളാണ് SUവിൻ്റെ ഒരു ഭാരമായി മുഖ്യ ഭാരമായി പെട്ടുനിന്നാവട്ടെ എന്ന് നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർത്തും അപ്രതീക്ഷിതമായി
ആ തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ പ്രഖ്യാപനം വരുന്നവരെ അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ടാവില്ല മാഹി അബൂബക്കർ സാഹിബിനെ നമ്മുടെ സംസ്ഥാന കർഷകരായി തെരഞ്ഞെടുക്കുക മാത്രമാണ് ഞങ്ങൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ തീരുമാനങ്ങളൊക്കെ ഇവിടെ നേതാക്കന്മാർ ഇവിടെ പ്രഖ്യാപിക്കും. ആ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ നന്മകളും ഉണ്ടെങ്കിൽ പോലും കാസർഗോഡ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നമുക്കാകാവുന്നിടത്തോളം മായി എന്ന് ധരിച്ചു പോകരുത്. നമുക്കിവിടെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ബഹുദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരിക്കലും അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങളെയല്ല. കഴിഞ്ഞ ദിവസം സംസ്ഥാന കൗൺസിലിൽ അക്ഷർ സാഹിബ് അതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. 33 മാസക്കാലത്തെ അല്ലെങ്കിൽ 36 മാസക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ 33 സമരങ്ങൾ നടത്തിയിട്ടുള്ള സംസ്ഥാന വ്യാപകമായി നടത്തിയ സംഘടനയാണ് സ്വന്തം തൊഴിലാളി. അങ്ങനെ ആർക്കാണ് കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? സ്ഥാപനങ്ങളിൽ ഇന്നലെ വരെ ലഭിക്കാത്ത അംഗീകാരം റഫണ്ടത്തിൽ നേടി നമ്മുടെ പതാക ഉയർക്കെ പറത്താൻ സാധിച്ചവരാണ് കേരളത്തിലെ സ്വന്തം തൊഴിലാളികളുടെ പ്രവർത്തകർ. ആ മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. 8 മാസം 9 മാസം 10 മാസക്കാലം വിത്തെടുത്ത് കൊടുക്കുക. ഈ സ്ഥാപനങ്ങളുടെ സമ്പത്തെടുത്ത് അത് വിറ്റുകൊണ്ടോ അതല്ലെങ്കിൽ അത് സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റുകൊണ്ടോ ഉള്ള ഒരു പുതിയ സംരംഭത്തെ കുറിച്ചാണ് സർക്കാർ ചിന്തിക്കുന്നത്. അതിനെന്തിനാണ് ഇടതുപക്ഷ സർക്കാർ? ഇങ്ങനെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലോ ലോകത്തോ ഏതെങ്കിലും രാജ്യത്തുണ്ടായിട്ടുണ്ടോ? എനിക്കൊരു സംശയമില്ല. ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് വിട പറഞ്ഞു പോയത്. അദ്ദേഹം വിട പറഞ്ഞു പോകുന്ന സമയത്ത് പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷത്തെ കാണാനേ ഇല്ല എന്നൊരവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. കേരളത്തിന്റെ ഗതിയും വളരെ വിചിത്രമാവില്ല, ഭിന്നമാവില്ല. കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറാൻ പോകുന്നു എന്നുള്ളതാണ് കേരളം മനസ്സിലാക്കുന്നത്. നമ്മളെ ജയിക്കും. ആരെല്ലാം ഏതെല്ലാം വഴിയിലൂടെ നമ്മൾ എതിർക്കാനും പരാജയപ്പെടുത്താനും നമ്മളിൽ നിന്ന് ചാടിപ്പോയവരെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കാനും അവർക്ക് അവിടെ പിന്തുണ ഇവിടെ പിന്തുണ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു കാര്യം നമുക്ക് ഉറപ്പായിരുന്നു, നമ്മൾ ജയിക്കും, നല്ല ഭൂരിപക്ഷം ജയിക്കും. പക്ഷേ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കുമെന്ന് ഒരാളും കണക്കുകൂട്ടിയില്ല. ജനങ്ങളുടെ മനസ്സങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ജനങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുക. രണ്ട് സർക്കാരിനെതിരായി ഒരേ സമയം ചിന്തിക്കുന്ന ഗവൺമെന്റുകളാണ് ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. ഒന്ന് കേന്ദ്രത്തിലെ ഗവൺമെന്റ്, മറ്റൊന്ന് ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. രണ്ടും സഞ്ചരിക്കുന്നത് ജനദ്രോഹ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഈ 8ാമത്തെ 9ാമത്തെ കൊല്ലക്കാലത്തിനുള്ളിൽ തൊഴിലാളി പക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചില്ല? അത് മാത്രമല്ല, ജനങ്ങളുടെ തലയിൽ ഒരുപാട് ഭാരം അടിച്ചേൽപ്പിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നെടുക്കെ തോറ്റുപോയി ഗവൺമെന്റും അതിന്റെ വക്താക്കളും. അപ്പൊ പതുക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി തോറ്റാൽ പിന്നെ ഇങ്ങനെ ജനവിരുദ്ധതയെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത ഒന്നായി കേരളത്തിലെ ഇടതുപക്ഷം മാറും എന്നുറപ്പാണ്. അതിനുള്ള പുറപ്പാടാണ് നമ്മളൊക്കെ. ഒരടി കൂടി ഇവർക്ക് കൊടുക്കണം, ഒരു നല്ല പരാജയം കൂടി ഇവിടെ ഏൽപ്പിക്കണം, പോകണം. പലരും ചോദിക്കാറുണ്ട്, ഈ സമരം കൊണ്ട് എന്താ നേടിയത്? ഈ സമരം കൊണ്ട് നമുക്ക് വല്ലതും നേടാൻ സാധിച്ചു? ഇപ്പൊ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ പെൻഷൻ കൊടുത്ത എത്ര കാലമായി, ആനുകൂല്യം കിട്ടിയിട്ട് എത്ര കാലമായി, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരിശോധിക്കുക. ഈ ചുവട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ്, അതിന്റെ ചുവട്ട് തൊഴിലാളി ക്ഷേമ നിയമത്തിൽ, ആ നിയമത്തിൽ ചില കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്ന് നമ്മളും CIT-യും AITC-യും INTC-യും ഒക്കെ ആവശ്യപ്പെട്ടിട്ട് എത്ര കൊല്ലങ്ങളായി. അത് തുറന്നു നോക്കാൻ സർക്കാർ സാധിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട MLA ഇവിടെ ഉണ്ടല്ലോ, അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ആ ബില്ല് വരും എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അതിലേക്കൊന്ന് എത്തി നോക്കിയിട്ടില്ലെങ്കിൽ ഈ പിടിച്ചു നിൽക്കാനാവാത്ത വിധത്തിൽ ഇടതുപക്ഷം കേരളത്തിൽ പരാജയപ്പെടും എന്നവർക്ക് ഉറപ്പായിട്ടുണ്ട്. ഇവരെന്താ ഇങ്ങനെ പരാജയപ്പെടുത്താൻ കാരണം എന്താണ്? നിങ്ങളെ സ്നേഹിച്ചവർ, നിങ്ങൾ അധികാരത്തിലെത്തിയവർ, തൊഴിലാളികൾ, കൃഷിക്കാർ, സാമാന്യ ജനങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, അവരൊക്കെ നിങ്ങൾക്കെതിരായി വോട്ട് ചെയ്തു. നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ട് പറ്റിയതാണ്. ആ കയ്യിരിപ്പ് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന്റെ കയ്യിരിപ്പ്. ആ സമയത്ത് ഞങ്ങൾക്കോട് ഒരിക്കൽ വന്നതാണ് തൊഴിലാളി
അനുഗ്രഹം നമ്മുടെ പ്രാർത്ഥന എല്ലാം തന്നെ അള്ളാഹു കേട്ടു എന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്കില്ല. പാവപ്പെട്ടവന്റെ ദൈവന്റെ ദുഃഖിതന്റെ പ്രാർത്ഥന അത് ദൈവം കേൾക്കുമെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം വേണ്ട. അത്ര പെടാപ്പാടായിരുന്നു നമുക്ക്, അത്ര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. എന്നിട്ട് കുറച്ചുകൂടി അവർ പഠിക്കാനുണ്ട്, കുറച്ചുകൂടി പഠിക്കാനുണ്ടെന്ന് പറയാൻ കാരണം എന്താ? അവസരം കിട്ടിയപ്പോ വഖഫ് നിയമത്തിൽ ഒരു മാറ്റം വരുത്തി. ഇനി എങ്ങനെ മുസ്ലിങ്ങൾ ദ്രോഹിക്കാൻ സാധിക്കും എന്ന പരീക്ഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മറ്റു വിശദാംശങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും. എന്തിനാണ് അവിടെ തന്നെ കൈവെക്കുന്നത്? ഇന്നലെ കോൺഗ്രസ് നേതാവ് ചോദിച്ചു, 10 കൊല്ലക്കാലം നിങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലുണ്ടായിരുന്നു ഈ പാവപ്പെട്ട സമുദായത്തെ ജനവിഭാഗത്തെ ദ്രോഹിക്കലായിരുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, നല്ല ഒന്നാന്തര മടി കിട്ടിയല്ലോ, എന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്നാൽ അവസാനത്തെ പണി നിങ്ങൾ പഠിക്കാൻ പോകുന്നു എന്നാണ് ഇന്നലെ കോൺഗ്രസ് നേതാവ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചത്. നമ്മുടെ സമരങ്ങൾ തുടരണം, നമ്മുടെ പോരാട്ടങ്ങൾ തുറന്നു കൊണ്ടുപോകണം, അതിശക്തമായി തുറന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മതേതര പ്രസ്ഥാനങ്ങൾ സാധിക്കണം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അഷ്റഫും അതുപോലെ തന്നെ മുത്തലിബും അമ്മാജിയൊക്കെ പറയും കാസർഗോഡ് ഇത്ര യൂണിറ്റുകളുണ്ട്, ഇത്ര ആൾക്കാരുണ്ട്. ഞങ്ങൾ സത്യത്തിൽ ഇതുവരെ അവരെ കണ്ടിട്ടില്ലല്ലോ. മലപ്പുറത്ത് ചെന്നാൽ നമ്മുടെ വല്ലാഞ്ചിറ മജീദ് സാഹിബ് പറയും നമുക്ക് 1,00,000 അംഗങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെടെ മലപ്പുറത്ത് പറയും ആ 1,00,000 മെമ്പർമാരുടെ യൂണിറ്റ് ആരാണ്, അതിന്റെ ഭാരവാഹികൾ ആരാണ്, അതിന്റെ കമ്മിറ്റി ആരാണ്? ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ മെമ്പർഷിപ്പ് കഴിയുന്നതോടുകൂടി ഞങ്ങളുടെ മനസ്സിലൊരു ആശയം അവരെ കാണാനായി ഒരു പുറപ്പാടുണ്ടാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവിടെ വെച്ച് കാണണം എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി. 1,00,000 ആൾക്കാർ ഓൺലൈൻ മെമ്പർമാരായി, ഏതാണ്ട് അത്ര തന്നെ ഓൺലൈൻ അല്ലാതായിട്ടുണ്ടാകും. മെമ്പർഷിപ്പിലൊന്നും വലിയ കുറവ് വരാൻ പോകുന്നില്ല. 2-3 ദിവസം അതിന്റെ പിക്ചറൊക്കെ നമുക്ക് വ്യക്തമാകും. ആ ഓൺലൈൻ മെമ്പർഷിപ്പ് എന്തിനാണ്? അതിൽ ഞങ്ങൾ ചോദിച്ചിട്ട് യൂണിറ്റ് ഏതാണ്, യൂണിറ്റിന്റെ പ്രസിഡന്റ് ആരാണ്, യൂണിറ്റിന്റെ സെക്രട്ടറി ആരാണ് എന്ന് വെച്ചാൽ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു സംഘടനയാക്കി നമ്മുടെ സംഘടനയെ മാറ്റുകയും ആ കെട്ടുറപ്പുള്ള ഒരു സംഘടന കേരളത്തിൽ നടത്താൻ പോകുന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ, അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരു വലിയ ദുരന്തം കഴിഞ്ഞ് ആ നിൽക്കുന്നത് ഞാനിപ്പോ നോക്കിയിരുന്നു. നമ്മുടെ മാതൃപ്രസ്ഥാനം മുസ്ലിം ലീഗ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനും അബ്ദുറഹ്മാൻ സാഹിബും നമ്മുടെ MLA ഒക്കെ പിന്നെ കോഴിക്കോട് വെച്ച് മുസ്ലിം ലീഗിന്റെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തതാണ്. അവിടെ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളും ആ ചർച്ചകളും ഒക്കെ ഒളിമാക്കുന്നത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരുന്നത്. ഇതുപോലൊരു ദുരന്തം ഉണ്ടായാൽ അവിടെ ആദ്യം ഓടിയെത്താൻ കെൽപ്പുള്ള കേരളത്തിലെ ഒരേ ഒരു പാർട്ടി അത് മുസ്ലിം ലീഗാണ് എന്ന് കേരളത്തിൽ ബോധ്യമായി. ജനങ്ങളെ സഹായിക്കാൻ അത് ഏറ്റവും സുതാര്യമായി നിഷ്പക്ഷമായി വിശ്വാസ്യതയോടുകൂടി ജനങ്ങൾ വല്ലതും കൊടുക്കാൻ ഉദ്ദേശിച്ചുവെങ്കിൽ അത് ഏത് പാർട്ടിയുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? അതിനും ഒരു ഉത്തരവേ ഉള്ളൂ, അത് സാധിക്കലി ശാസ്ത്രങ്ങൾ നയിക്കുന്ന മുസ്ലിം ലീഗ് മാത്രമാണ് എന്ന് നമുക്ക് ബോധ്യമായി. ഇപ്പൊ അതിലേക്ക് സംഭാവന കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് വെള്ളിയാഴ്ചയാണല്ലോ. ഈ വെള്ളിയാഴ്ച കഴിയുമ്പോൾ ആ 11, 14, 15 ഒക്കെയായി മാറും. 15-ാം തീയതി ആകുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ എത്തിച്ചേരും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അതിൽ നമ്മുടെ എല്ലാവരുടെയും നല്ല പങ്കാളിത്തമാണ്, എല്ലാ SU പ്രവർത്തന പങ്കാളിത്തമാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു കലക്ഷൻ ഈ കാര്യത്തിലില്ല, ചെയ്യാൻ പാടില്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ SU നേതാക്കന്മാരും അവരുടെ പ്രദേശത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകുക, സ്വന്തമായിട്ടുള്ള സംഭാവനകൾ ഈ ഫണ്ടിലേക്ക് നൽകുക എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ അഷ്റഫ് സാഹിബും കഴിഞ്ഞ ദിവസം വയനാട് പോയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് പിന്നെ ആ യോഗത്തിൽ അവർ പങ്കെടുത്തു. അവിടെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഈ പ്രദേശം, ആ പ്രദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതൊരു തൊഴിലാളി മേഖലയാണ്, തോട്ടം തൊഴിലാളികളുടെ കേന്ദ്രമാണ്. ആ തോട്ടം തൊഴിലാളികൾ എന്ന് പറയുന്നത് ഏതാണ്ട് 70%-75% സ്വതന്ത്ര തൊഴിലാളികളിൽ അംഗങ്ങളാണ്. അവരാണ് നഷ്ടപ്പെട്ട സ്ത്രീധന്മാരെ. അതിന്റെ വേദന ഓരോരുത്തർ പറയുമ്പോ അവരങ്ങനെ വിങ്ങി പൊട്ടുകയായിരുന്നു. ഇന്നലെ കണ്ടവർ, ഈ 2024 മെമ്പർഷിപ്പ് അടക്കം തന്നവർ, അവരാണ് നഷ്ടപ്പെട്ടു പോയത്. ആ തൊഴിൽ മേഖലയെ എങ്ങനെ പുനഃസംഘടിപ്പിച്ചെടുക്കാവുന്നതിനെ കുറിച്ച് നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പാർട്ടി അറിയിച്ചിട്ടുണ്ട്. സർക്കാരോട് നമ്മൾ ആ കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. അവിടെ
മുസ്ലിം യൂത്ത് ലീഗ്, അതുപോലെ വൈക്കാണ്, MSF, പ്രവാസി സംഘടനകൾ എല്ലാവരും, വനിതാ ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ആ സംഘടനകളൊക്കെ തന്നെ ഏറെ സജീവമായി നിൽക്കുന്നതാണ് കാണാൻ സാധിച്ചത്. തന്നെ ആ ദുരിതബാധിതർക്ക് ഓടിയെത്തിയ നേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ സാഹിബ് എന്ന് പറയുന്ന ചുമട്ടുതൊഴിലാളി യൂണിയന്റെ കോഴിക്കോട്ടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് പ്രധാനപ്പെട്ട അംഗം. ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചു. ഇന്നലെ പാർട്ടി കമ്മിറ്റി, വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ബഹുമാന്യനായ സെക്രട്ടറി അവിടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, അവിടെ ധാരാളം ആംബുലൻസുകൾ ഓടി. ആംബുലൻസുകൾ നോക്കുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം STU പ്രവർത്തകർ സൗജന്യമായി ഓടിയ ആംബുലൻസുകളാണ്, STU യൂണിയന്റെ ആംബുലൻസുകളാണ് എന്നാണ് ഇതിൽ അവിടെ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് അടങ്ങി യൂത്ത് ലീഗിന്റെയും നേതാവാണ്, STUവിന്റെ നേതാവാണ്, മുസ്ലിം ലീഗിന്റെയും നേതാവാണ് അദ്ദേഹം. ആ വയനാട് പോയി വന്നതാണ്. വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് ചികിത്സയിലാണ്. അദ്ദേഹത്തിന് ഭേദമായി വരുന്നുണ്ട്. അതിവേഗം ഭേദമാവട്ടെ എന്നീ സമൂഹം തൊഴിലാളികളുമായി ഉള്ള ഒരു ചർച്ച വരുമ്പോൾ ഞങ്ങളോട് എല്ലാം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന, ഈ ഒരു നയം സ്വീകരിച്ചിരുന്ന ഒരു നേതാവ് ചെർക്കളം അബ്ദുല്ലാഹിയിരുന്നു. അപ്പോൾ ആ ചെർക്കളത്തോടൊപ്പം നിൽക്കാനുള്ള ഒരു അതായത് എനിക്കില്ലായെങ്കിലും ചെർക്കളത്തിൻ്റെ ആ പാത ഞാൻ തുടരുന്നു എന്നത് പോലെ സാഹിബ് പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷമായി എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്കെന്നും STUവിൻ്റെ നേതാക്കന്മാരോട് മാത്രമല്ല, STUവിൻ്റെ സാധാരണ പ്രവർത്തകന്മാർ, ഞാൻ പല യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ടൗണിലൊക്കെ പോകുമ്പോൾ ആ നീല കുപ്പായമൊക്കെ നമ്മുടെ സഹോദരൻ കാണുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം മാത്രമല്ല, രോമാഞ്ചം തന്നെ ഉണ്ടാകാറുണ്ട് എന്ന് ഞാൻ ഹൃദയം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ കൗൺസിലിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന കമ്മിറ്റിക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തൊട്ട് ഉയരാൻ, പ്രവർത്തിക്കുവാനും കാസർഗോഡിന് നന്മ ചെയ്യുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുൻകൂട്ടി പുതിയ കമ്മിറ്റിക്ക് ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ കൊടുക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മെമ്പർഷിപ്പ് പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് നിർത്തലാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ജില്ലാ കമ്മിറ്റി നിരന്തരമായി മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായുള്ള പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ അതിൽ പ്രധാനമായും നമ്മുടെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെയൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും STU എന്ന തൊഴിലാളി സംഘടനയിലും സംഘടിത തൊഴിലാളികളും അസംഘടിത തൊഴിലാളികളും ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ചുമട്ട് തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ 3550. ഒരു മാറ്റവും ഇല്ലാത്ത ഇപ്രാവശ്യത്തെ മെമ്പർഷിപ്പ് 3550. അതൊരു സംഘടിത തൊഴിലാളി മേഖലയാണ്. അതുപോലെ തന്നെ മോട്ടോർ തൊഴിലാളി മോട്ടോർ തൊഴിലാളി മേഖല 3550 കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പർഷിപ്പ്. ഇപ്രാവശ്യവും 3550 സംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘം. ചുമട്ട് തൊഴിലാളി മേഖലയിൽ 3200 തൊഴിലാളികളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം 3300 ചുമട്ട് തൊഴിലാളികളാണ് നമുക്ക് വർദ്ധിച്ചത്. അതുപോലെ തന്നെ കുടുംബശ്രീ മേഖലയിൽ 4000 തൊഴിലാളികളാണ് നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം 5000 ആയിട്ട് ഉയർത്താൻ 4100 മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു അസംഘടിത മേഖലയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 6000 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം 6000 നിലനിർത്താൻ സാധിച്ചത്. അത് സംഘടിത മേഖലയാണ്. ബാക്കി വരുന്ന പൊതുമേഖല, കാസർഗോഡ് ജില്ലയിൽ ആകെ ഒരു പൊതുമേഖല സ്ഥാപനമാണുള്ളത്. 100 തൊഴിലാളികളാണ് അവിടെ കാലഘട്ടങ്ങളായി അപേക്ഷ ചെയ്യുന്നത്. അത് തുടർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. വഴികാലം 1600 തൊഴിലാളികളാണ് കഴിഞ്ഞ വർഷം അപ്ഡേഷൻ ചെയ്തെങ്കിൽ ഇപ്രാവശ്യം അത് 1650 ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതൊരു സംഘടിത മേഖലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
പക്ഷെ തയ്യൽ കാലകാലങ്ങളായി വിദേശ അവസാനം അത് കഴിഞ്ഞ വർഷം 5000 എത്തി നിന്നിട്ടുണ്ട്. ഇപ്രാവശ്യം 5000 പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് രേഖകൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ വായിക്കാൻ കാരണം വിതരണ തൊഴിലാളികൾ 200 ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം 200 നിലനിർത്തിയിട്ടുണ്ട് എന്നതാണ്. ഷോപ്പ് കഴിഞ്ഞ പ്രാവശ്യം 1000 തൊഴിലാളികൾ ഉണ്ടായിട്ട് ഇപ്രാവശ്യം 500 മാറിയിട്ടുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ മീറ്റ് 300 തൊഴിലാളികളുടെ 300 തൊഴിലാളികൾ തന്നിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് 600 തൊഴിലാളികളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. 400 തൊഴിലാളികളായി യേശുവിനെ വളർത്തിയെടുക്കുന്നതിന് മാറ്റുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും അകമായി സഹായിക്കണം, സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും വാങ്ങുന്നതുകൊണ്ട് ഞാൻ സ്വന്തം തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദുള്ള, ദേശീയ വൈസ് പ്രസിഡന്റ് പ്രേമാണി സാഹിബ് അടക്കമുള്ള എസ്.യുവിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കളെ, പ്രിയപ്പെട്ട കൗൺസിലറുകളെ, സുഹൃത്തുക്കളെ, എസ്.യുവിൻ്റെ പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള കാസർഗോഡ് ജില്ലയിലെ നൂറുകണക്കിന് യൂണിറ്റുകളിൽ കമ്മിറ്റി തിരഞ്ഞെടുത്തു. അതിൻ്റെ ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ അപ്ലിക്കേഷനുകളൊക്കെ പൂർത്തീകരിച്ചു. വരുന്ന 3 വർഷത്തേക്ക് ഈ ജില്ലയിലെ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ പ്രവർത്തനത്തിന് അചഞ്ചലമായി നേതൃത്വം നൽകുന്നതിന് വേണ്ടി പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ജില്ലയിലെ അവഗണിക്കാനാവാത്ത ഏറ്റവും വലിയ ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് എന്നുള്ളത് എല്ലാ മേഖലകളിലും എല്ലാ ഘട്ടങ്ങളിലും അതുമൊക്കെ തെളിയിക്കപ്പെട്ടുകൊണ്ട് ജില്ലയിലെയും സംസ്ഥാനത്തെയും ഒക്കെ ജനകീയമായ തൊഴിലാളി പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രദ്ധേയമായ സമര പോരാട്ടങ്ങൾ നടത്തി തൊഴിലാളികളുടെ അവകാശത്തോടൊപ്പം അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ വഴികളിലൂടെ നടത്തി മുന്നോട്ട് പോയിരിക്കുകയാണ്. ദീർഘമായി ബഹുമാനായ പ്രേമാൻ സാഹിബ് ഒക്കെ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ദീർഘമായി ആമുഖമായി അശോക് നായിയുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഇനി കമ്മിറ്റിയുടെ കാര്യങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രമാണം ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറൊക്കെയുണ്ട്. ജില്ലയിലെ പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ആസ്ഥാന രംഗത്ത് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് ഇടം നൽകാത്ത വിധം അതിൻ്റെ ശക്തിയും കാര്യങ്ങളും ഒക്കെ തെളിയിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി ഉമർ ഷഫായി അടക്കമുള്ള സ്റ്റേജിലുള്ള സ്വതന്ത്ര തൊഴിലാളികളുടെ നേതാക്കന്മാരെ സ്വാഗതം. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സ്വതന്ത്ര തൊഴിലാളികളെ 2024 മുതൽ 2027 വരെയുള്ള ഒരു കമ്മിറ്റി രൂപീകരണത്തിനാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, 3 വർഷക്കാലത്തിനടുത്ത് അതിൽ ഞാൻ കഴിഞ്ഞ മലപ്പുറം ജില്ലാ സമാപന യോഗത്തിൽ അഭിനന്ദന റഹ്മത്തുള്ളാഹി സാഹിബിനോട് പറഞ്ഞൊരു കാര്യമില്ല. കാരണം യഥാർത്ഥത്തിൽ കാസർഗോഡാണെങ്കിലും മലപ്പുറം ആണെങ്കിലും ശരി, ഈ കമ്മിറ്റികളൊക്കെ വന്നിട്ട് 3 വർഷം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാലമായിട്ടും സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, മുസ്ലിം ലീഗിനോട് ആഭിമുഖ്യമുള്ള ഒരു പ്രസ്ഥാനം എന്നുപോലെ മറ്റെല്ലാ തലങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ളതെന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായി നീളുകയും പിന്നീട് അതിൻ്റെ കമ്മിറ്റികൾ വരുമ്പോഴേക്ക് വർഷങ്ങൾ നീണ്ട പ്രക്രിയ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം. ഞാനിവിടെ വന്നപ്പോൾ ആ നിരച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം, മണിമുത്ത് കായിലെ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം,
മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. അടുത്ത പ്രവർത്തന സമിതി യോഗം പേരുകളിൽ മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. സംഘടനാപരമായി മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചന്ദ്രികയിൽ കളർ ഫോട്ടോ വരും. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. ഇതിന്റെ ഒക്കെ ഇടയിൽ അവർക്ക് ഇത് ചെയ്യാമെന്ന് മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ
ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തടിരിട്ട പ്രസ്ഥാനം മണിമുത്ത് കായിലെ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം രജിസ്ട്രേഷൻ നമ്പറും എല്ലാം തയ്യാറാക്കി അതിൽ 16 ആളുകൾക്ക് നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തടിരിട്ട പ്രസ്ഥാനം മണിമുത്ത് കായിലെ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം അന്ന് തടിരിട്ട പ്രസ്ഥാനം മണിമുത്ത് കായിലെ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന from Mumbai Police Narcotics. നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടല്ലേ താമസിക്കുന്നത്? പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും? ഇതൊരു ഗൗരവമുള്ള കുറ്റമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സാർ അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സാർ. Please show your Aadhaar and PAN card. We want to verify them. ഓക്കെ സാർ. ഓക്കെ ഡോക്ടർ, നിങ്ങൾ ഇപ്പോൾ മുതൽ വിർച്വൽ അറസ്റ്റിലാണ്. റൂമിട്ട് പുറത്തു പോകരുത്, കോൾ കട്ട് ചെയ്യരുത്. ഓക്കെ സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. Then please wait. We want to contact NIA Delhi headquarters. Don't cut the call. Good morning, sir. NIA headquarters, Delhi. How can I help you? I am ACP Dhanraj from Mumbai Police Narcotics. I will give you an Aadhaar number 867146516271. Please check the Aadhaar and reply. Sir, please wait. Let me check. This other number was included in a case. The case number is 231/24. On Mr. Srikanth. PAN number is B1VP 7676 in Kerala State. Please specify the case. Some amount has been credited to his bank account through narcotic business. Oh, okay, thank you. ലുക്ക് ഡോക്ടർ, നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പാഴ്സൽ വരികയോ നിങ്ങൾ കൈപ്പറ്റുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും ഫണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഇല്ല. ലുക്ക് ഡോക്ടർ, നിങ്ങളെ ആരോ ചതിച്ചതായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. സാർ, എനിക്ക് 2 അക്കൗണ്ടുകളാണുള്ളത്. ഓക്കെ ഡോക്ടർ, അക്കൗണ്ടുകളിലെ ബാലൻസ് എമൗണ്ട് കൂടെ ഒന്ന് പറയൂ. സാർ, അത് ഒന്നില് 7 ലക്ഷവും ഒന്നില് 40 ലക്ഷം രൂപയാണുള്ളത് സാർ. ഓക്കെ ഡോക്ടർ, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ ഞങ്ങൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുകയാണ്. കോൾ കട്ട് ചെയ്യരുത്, റൂം വിട്ട് പുറത്തു പോകരുത്. ഓക്കെ? Hello, Reserve Bank headquarters. I am ACP Dhanraj from Mumbai Police Narcotics. ഞങ്ങൾ നർക്കോട്ടിക് കേസിൽപ്പെട്ട ഒരാളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ പരിശോധനയിൽ അയാൾ ഇന്നസെന്റ് ആണോ എന്നൊരു സംശയമുണ്ട്. അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ച് അതിൽ സസ്പീഷ്യസ് ആയി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ? അയാളുടെ അക്കൗണ്ട് ബാലൻസ് റിസർവ് ബാങ്കിന്റെ വെരിഫിക്കേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഞങ്ങൾ പരിശോധിച്ച് അറിയിക്കാം. ഓക്കെ. ഡോക്ടർ ശ്രീകാന്ത്, നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് സമ്മതമാണോ, അതോ വിർച്വൽ അറസ്റ്റിൽ തുടരണമോ? ഓക്കെ സാർ, ക്യാരി ഓൺ വിത്ത് വെരിഫിക്കേഷൻ. ഓക്കെ, എങ്കിൽ റിസർവ് ബാങ്കിന്റെ 2171726173 എന്ന അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ. ഓക്കെ സാർ, ചെയ്യാം. ആയിട്ടുണ്ട് സാർ. നമസ്കാരം.
നിങ്ങളുടെ പേരിൽ ഡ്രഗ്സിൻ്റെ പാർസൽ വന്നിട്ടുണ്ടെന്നും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും ഇതുപോലത്തെ സൈബർ ക്രൈം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. വെർച്വൽ അറസ്റ്റ് എന്ന് യാതൊരു നിയമസാധുതയില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു തുകയും ആർക്കും അയച്ചു നൽകരുത്. യാതൊരു പേഴ്സണൽ വിവരങ്ങളും അന്യരോട് പങ്കിടരുത്. സംശയകരമായ ഫോൺ കോൾ ലഭിച്ചാൽ നിസ്സാരമായി കാണരുത്. ഉടനെ 1930 വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ജാഗ്രത പാലിക്കുക. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മളിൽ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55 488 910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മദിരാശി നാട്ടിലെ രാജാജി ഹാളിലെ പൂവിട്ട പ്രസ്ഥാനം, അന്ന് തളിരിട്ട പ്രസ്ഥാനം. മണിമുത്ത് കായിദേ മില്ലത്തിൻ ഹാജത്തായി തിരിയിട്ട പ്രസ്ഥാനം, മുസ്ലിം ലീഗ്